പ്രേക്ഷകർക്ക് മാസ്റ്റർ ഓഫ് പറയും മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ ഓർത്ത് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഫിസിക്കലി ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. യുവർ എനർജി ഈസ് സ്ട്രോങ്ലി അട്രാക്റ്റിംഗ് ടു യുവർ പേഴ്സൺ എന്നാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നാമത്തെ ഫയലായ വണ്ട് ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഫിസിക്കലി ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളെ അഗമമായി ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം. ആ വ്യക്തിയുടെ ആഗ്രഹത്തിനൊരു ഭ്രാന്തൻ സ്വഭാവമുണ്ട്. വശ്യമായി ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കിയാൽ മതി എന്ന് തന്നെയുള്ള ചിന്തയാണുള്ളത്. ആ വ്യക്തിക്ക് ഒരുപക്ഷെ അർഹതപ്പെട്ടതല്ല നിങ്ങൾ, എന്നിട്ട് കൂടി ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു പക്ഷെ അത്ഭുതപ്പെട്ടു പോകും, ഏത് വ്യക്തിയാണ് എന്നെ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരിക്കൽ പോലും ആ വ്യക്തി നിങ്ങൾ ഇത്തരത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള യാതൊരു പ്രതീക്ഷയും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് വല്ലാത്ത ഒരു അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. എങ്ങനെ ഈ വ്യക്തി എന്നെ ഇഷ്ടപ്പെട്ടു, എങ്ങനെ ഈ വ്യക്തി എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നു, ഈ വ്യക്തിക്ക് എന്താണ് മനസ്സിൻ്റെ ഉള്ളിലുള്ള ചേതോവികാരം, ഏത് നിമിഷം മുതലാണ് അല്ലെങ്കിൽ ഏത് ദിനം മുതലാണ് എന്നെ ഇങ്ങനെ ഈ വ്യക്തി സ്നേഹിക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളോടത് പറയാത്തത് നിങ്ങൾ ആ വ്യക്തിയുമായിട്ടുള്ള സൗഹൃദം ഇല്ലാതാക്കുമോ അല്ലെങ്കിൽ സൗഹൃദം ഒഴിവാക്കി പോകുമോ എന്ന് കരുതിയിട്ട് മാത്രമാണ് നിങ്ങളോട് പറയാത്തത്. അല്ലെങ്കിൽ ആ വ്യക്തി അത് നിങ്ങളോട് കൃത്യമായിട്ട് പറയുമായിരുന്നു. ഇപ്പോൾ ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിലുള്ള രഹസ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതെങ്ങനെ സ്വീകരിക്കുമെന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തത് കൊണ്ടാണ് ആ വ്യക്തി അതൊന്നും പറയാതിരിക്കുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തി അത് നിങ്ങളോട് കൃത്യമായിട്ട് പറയുമായിരുന്നു. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിച്ചു വരികയാണ്. നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും നിങ്ങളെ സ്നേഹിക്കുക, എങ്ങനെയെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെടുക, അതുതന്നെയാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലെ ആഗ്രഹം. തുറന്നു പറയാത്തത് നിങ്ങളതെങ്ങനെ സ്വീകരിക്കുമെന്നതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തത് കൊണ്ടാണ്. ഏതായാലും ഒരു ഭ്രാന്തൻ പ്രണയം നിങ്ങളോട് ആ വ്യക്തി കാണിക്കുന്നു. ആ വ്യക്തിക്ക് നിങ്ങളെ പ്രണയിച്ചേ മതിയാവൂ. നിങ്ങളെ വിട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിക്കും ആ വ്യക്തി തയ്യാറല്ല. നിങ്ങൾക്ക് ഒപ്പം, നിങ്ങളോടൊപ്പം ചിലവഴിച്ച്, നിങ്ങളോടൊപ്പം നിലപാടെടുത്ത് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് വല്ലാതെ തട്ടിയിട്ടുണ്ട്. മനസ്സിൽ പെട്ടെന്നൊന്നും മാഞ്ഞു പോകുന്നതല്ല. വളരെ സ്ട്രോങ് ആയിട്ടാണ് ആ ഒരു എനർജി വന്നിരിക്കുന്നത്. നിങ്ങളെ കിട്ടിയേ തീരൂ എന്നുള്ള ശപഥം തന്നെ ഉണ്ട്. അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ ഫയൽ തിരഞ്ഞെടുത്ത റീഡിങ്ങാണ്. ഈ വ്യക്തി കുറേ കാലമായി നിങ്ങൾക്ക് പുറകെ നടക്കുകയാണ്. ശാന്തമായിട്ട് നിങ്ങളെവിടെ പോയാലും നിങ്ങൾക്ക് അനുകരിക്കുക. നിങ്ങളെന്താണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ അത് വാങ്ങിക്കുക. നിങ്ങളുടെ എല്ലാ ഇഷ്ടങ്ങളും ചേഷ്ടകളും അതുപോലെ അനുകരിക്കുക. എവിടെ നിങ്ങൾ പോയാലും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുക. എപ്പോഴും നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ ആഗ്രഹിക്കുക. എവിടെയെങ്കിലും നിങ്ങൾ മാറിപ്പോയാൽ അതൊന്നും അംഗീകരിക്കാൻ റെഡിയല്ല. നിങ്ങളെ കാണാതായി കഴിഞ്ഞാൽ ഭ്രാന്ത് പോലെ കിടന്ന് കാണിക്കുക. നിങ്ങളുള്ളിടത്തേക്ക് പോവുക. തനിക്ക് ആവശ്യമില്ലെങ്കിലും നിങ്ങളെവിടെയാണോ ഉള്ളത് അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുക. അങ്ങനെയുള്ള ഒരു കാര്യവുമായിട്ടാണ് ഈ വ്യക്തി പോകുന്നത്. എപ്പോഴും നിങ്ങളിൽ നിന്ന് അകലാൻ ആ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളോടൊപ്പം തന്നെ കൂടുക. പലപ്പോഴും നിങ്ങളോട് ഇൻഡയറക്റ്റായിട്ട് നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങളെ വേണം എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ തുറന്നു പറയുന്നുമില്ല. പരോക്ഷമായി പലപ്പോഴും നിങ്ങളോട് പ്രണയാഭ്യർത്ഥന ഇതിനകം തന്നെ പല കൂടി നടത്തിയിട്ടുണ്ട്. നേരിട്ട് പറയാനുള്ളൊരു ധൈര്യക്കുറവുണ്ട്. നേരിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള ബന്ധം ഒഴിവാക്കുമോ എന്നുള്ള ഭയമാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഓരോ സമയത്തും നിങ്ങളുടെ ചലനങ്ങൾ നിരീക്ഷിക്കുക. നിങ്ങളെന്താണ് ചെയ്യുന്നത്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അതുപോലെ ഇഷ്ടപ്പെടുക. നിങ്ങളെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റുള്ളവരോടും. നിങ്ങളെപ്പറ്റി സംസാരിക്കുക. നിങ്ങളോട് സംസാരിക്കാൻ വിഷയമില്ലെങ്കിൽ വെറുതെ ഓരോ കാര്യങ്ങൾ എടുത്തിടുക. ഓരോ സംശയങ്ങൾ ചോദിച്ച് നിങ്ങൾ വിളിക്കുക. അതെന്ത് ചെയ്യണം, ഇത് എന്ത്, നിങ്ങളുമായിട്ട് ബന്ധപ്പെടാത്ത, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത, എന്നാൽ ഈ ചോദിക്കുന്ന വ്യക്തിക്ക് കൃത്യമായിട്ടറിയാവുന്ന കാര്യങ്ങൾ പോലും വെറുതെ നിങ്ങളോട് സംശയം ചോദിച്ചുകൊണ്ടേയിരിക്കുക.
അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ വ്യക്തി മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരുവിധം ഈ വ്യക്തിയുടെ പുറപ്പാട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇത്രയൊന്നും വിചാരിച്ചില്ല. വ്യക്തിയുടെ ആഴത്തിലുള്ള ഈ ആഗ്രഹത്തെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് വ്യക്തമായ ധാരണയില്ല. പക്ഷേ ആ വ്യക്തി അത് ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ നിങ്ങളെ വിട്ടുപോകാതെ സദാസമയവും നിങ്ങളോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊപ്പം തന്നെ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ പോലും നിങ്ങളിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെ കൂടാതെ ഒരു ആളെപ്പറ്റി ചിന്തിക്കുകയോ നിങ്ങളെ കൂടാതെ ഒരാളെപ്പറ്റി ആഗ്രഹിക്കുകയോ അത് എത്ര നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതൊന്നും നോക്കുന്നില്ല. കേവലം നിങ്ങളെ തന്നെ അങ്ങോട്ട് പിടിച്ചിരിക്കുന്നു. നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ യാതൊരു ചാൻസും ഇല്ല. പതുക്കെ തുടങ്ങിയ ഇഷ്ടമാണ് ഈ വ്യക്തിക്ക്. പെട്ടെന്ന് ഒരു ദിവസത്തിൽ തോന്നിയൊരു ക്രഷല്ല. വളരെ സമയമെടുത്ത് പതുക്കെ ഓരോ ദിവസവും നിങ്ങളെ വാച്ച് ചെയ്ത് നിങ്ങളെക്കുറിച്ച് ആളുകളോട് ചോദിച്ചറിഞ്ഞ് അങ്ങനെ വന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇത് ഒഴിഞ്ഞു പോകില്ല. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.